ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോവുക എന്നുള്ളത് ശരിക്കും ഇപ്പോൾ ഇറാനെയും ലെബനനെയും സംബന്ധിച്ച് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണോ? മറുവശത്ത് നിൽക്കുന്നത് ഇസ്രായേലാണ്. ആ മേഖലയാകെ യുദ്ധം വ്യാപിക്കുക. ഇപ്പോൾ ഗാസയിൽ നടത്തുന്ന എയർ സ്ട്രൈക്കും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിനെ ലക്ഷ്യമാക്കി നടക്കുന്ന ആക്രമണവും ഒക്കെ ഏതാണ്ട് ഒരു വർഷത്തോട് അടുക്കുകയാണ്. അപ്പോൾ ഒരു മേഖലയാകെ വ്യാപിക്കുന്ന യുദ്ധം എന്നുള്ളത് നല്ല സ്ട്രാറ്റജി ആകുമെന്ന് ഹിസ്ബുള്ള തന്നെയും വിചാരിക്കാൻ സാധ്യതയുണ്ടോ? ആ മേഖലയിലേക്ക് മൊത്തം പരിമിതമായ തോതിൽ ഒരു യുദ്ധം വ്യാപിച്ചേക്കാം എന്നല്ലാതെ ഒരു ഓൾ ഔട്ട് വാറിനുള്ള സാധ്യത വളരെ കുറവാണ്. ഹിസ്ബുള്ളയ്ക്കും തന്നെ വലിയ പരിമിതികളുണ്ട്. ഇപ്പോൾ 15,000-ഓളം പോരാളികൾ, സ്ഥിരം പോരാളികളുള്ള സംഘമാണ് ഹമാസുമായിട്ടുള്ള യുദ്ധം ഏകദേശം ഗാസയുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും തകർത്ത് ഒരു വംശീയ ഉന്മൂലനത്തിൻ്റെ തലത്തിൽ അതിൻ്റെ അങ്ങേത്തലയിൽ എത്തി നിൽക്കുകയാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ലഭ്യമായ കണക്ക് പ്രകാരം 30,000-ഓളം വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് അവർക്കുണ്ട്. അതേസമയം അവർക്ക് കുറച്ച് റോക്കറ്റുകളുണ്ട്, കവചിത വാഹനങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ, ഒരു പരമ്പരാഗതമായ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തെയൊക്കെ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചേക്കാം. അതേസമയം വ്യോമാക്രമണത്തെയോ സൈബർ ആക്രമണത്തെയോ ചെറുത്ത് നിൽക്കാനുള്ള യാതൊരു വിഭവവും ഹിസ്ബുള്ളയ്ക്കുമില്ല, ഇറാനുമില്ല. ഇത് സൈബർ ടെററിസമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് ടെക്നോ ടെററിസമാണ്. അത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാർഫെയറാണ്. അതിനു വേണ്ടുന്ന മെയിൻ പവറോ ശേഷിയോ ഇറാന് പോലുമില്ല. കാരണം 2010-ന് 2020-നും ഇടയ്ക്ക് അവരുടെ 5 ആണവ ശാസ്ത്രജ്ഞന്മാരെ അവർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു 2021-ൽ അവർ കൊലപ്പെടുത്തിയിട്ടുള്ള ഫക്രസാദി. അത് AI ജനറേറ്റഡ് ആയിട്ടാണ് കൊലപ്പെടുത്തുന്നത്. പിന്നെ നേരത്തെ ഷിനാസ് മാഷ് സൂചിപ്പിച്ച പോലെ ഖാസിം സുലൈമാനിനെ, അത് അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലാണ് കൊലപ്പെടുത്തിയത്. ഇപ്പോഴവർ സിറിയൻ എംബസി ആക്രമിച്ചു. പിന്നെ ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിൻ്റെ രീതി എടുത്ത് പരിശോധിക്കും. അപ്പം ഈ ടെക്നോ വാർഫെയറിൽ ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് മാത്രമല്ല, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കണ്ണിങ്ങായി, ഏറ്റവും കൃത്യതയോടു കൂടി അക്രമം നടത്താനുള്ള ശേഷി ഇസ്രായേൽ ആർജിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓൾ ഔട്ട് വാറിനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ലെബനൻ അതിർത്തിയിൽ തീർച്ചയായിട്ടും ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഉണ്ടാകും. അതൊരു പരമ്പരാഗതമായ അക്രമമായിരിക്കും അവർ നടത്തുക. അതിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം അവിടെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്കും, വെസ്റ്റ് ബാങ്കിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക്, അതായത് തെക്കൻ ലെബനിലേക്കും യുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദു മാറുന്നു എന്നതാണ്.